Hello, children. Welcome to We Care E-Education, only at CBSE Manglish. Hope you all are ready for today's lesson. So, all of you take out your textbook, be ready with your notebook and your pen. And here we go. So, 6th standard students, social science ഒരു ന്യൂ സബ്ജക്റ്റ് ആണല്ലോ. സോഷ്യൽ സയൻസിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് അത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ജോഗ്രഫി. ജോഗ്രഫി എന്തിൻ്റെ പഠിപ്പാണെന്നറിയോ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ദ ക്ലൈമറ്റ് ആൻഡ് ദ പീപ്പിൾ, ദർ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയറമെൻറ്റ്, അതൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് ജോഗ്രഫി. അപ്പോൾ കുറേ റിവേഴ്സിനെ പറ്റി, മൗണ്ടൻസിനെ പറ്റി, വിൻഡിനെ പറ്റി, ക്ലൈമറ്റിനെ പറ്റിയിട്ടൊക്കെ അതിൽ പഠിക്കാനുണ്ടാവും. ഹിസ്റ്ററി എന്താണ്? സ്റ്റഡി ഓഫ് ദ പാസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്താണ് അത് പഠിക്കുകയാണ് ഹിസ്റ്ററി. ഇപ്പോൾ കഴിഞ്ഞു പോയ വർഷങ്ങൾ മീൻസ് ഇപ്പോൾ 2020, അപ്പോൾ ഈ 2018, 2017 മുന്നേ 1990, 1918, പിന്നെ 1800, അങ്ങനെ കുറേ വർഷത്തിന് മുന്നേ മെനി ഇയേഴ്സ് അഗോ ആൾക്കാർ എങ്ങനെ ജീവിച്ചു, എന്തൊക്കെ ചെയ്ത്, അത് ആ പഠനമാണ് ഹിസ്റ്ററി. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സ്. എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഓൾ മണി റിലേറ്റഡ് തിങ്സ്. ഒരു കൺട്രിക്ക് എത്ര ഇൻകം ഉണ്ട്, അവരെന്തിലാണ് അത് സ്പെൻഡ് ചെയ്യുന്നത്, അവരെന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മണി മാറ്റർ, എനിത്തിങ് റിലേറ്റഡ് ടു വെൽത്ത് അബൌട്ട് റിഗാർഡിങ് എ കൺട്രി, ദാറ്റ് സ്റ്റഡി, ആ സ്റ്റഡീനെ പറയുക എക്കണോമിക്സ്. പിന്നെ ലാസ്റ്റ് ഇനിയൊരു ബ്രാഞ്ചാണ് പോളിറ്റിക്സ്. പോളിറ്റിക്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന, ഈ ഒരു കൺട്രീൻ്റെ ഗവൺമെൻറ് എങ്ങനെയാണ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ പാർലമെൻറ്റ്, പിന്നെ സുപ്രീം കോടതി, ഈ കോടതി, അങ്ങനെ കുറേ ടേംസ് കേട്ടിട്ടുണ്ടല്ലോ, എലക്ഷൻസ്, അതൊക്കെ പഠിക്കുക. ആ ടോപ്പിക്സൊക്കെ പഠിക്കുക പോളിറ്റിക്സിൽ. അപ്പോൾ ഈ 6th സ്റ്റാൻഡേർഡ് നിങ്ങൾ ജസ്റ്റ് യു ആർ ബീങ് ഇൻട്രൊഡ്യൂസ് ടു ദിസ് സബ്ജക്റ്റ്. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെ ബേസിക് ഇൻട്രഡക്ഷൻ തന്നെ ആയിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, നിങ്ങൾക്ക് ഈസി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു മൈൻഡ് മാപ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാകും. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ. ഇതെന്താ കുറേ ചോദ്യങ്ങൾ? ഒരു ചാപ്റ്ററിൻ്റെ പേരിൻ്റെ ലുക്ക് തന്നെ ഇല്ലല്ലോ ഇതിന്. വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ. അപ്പോൾ ഇതിനോട് എന്താ ഉദ്ദേശിച്ചത് ഈ ചാപ്റ്റർ ഉണ്ടാക്കുന്ന ആൾക്കാർ? നിങ്ങൾക്ക് ഹിസ്റ്ററി എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതാണ് ഹിസ്റ്ററീൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇത് ഓർത്തോളി. ഹിസ്റ്ററി ആസ്ക്സ് സോ മെനി ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദ പാസ്റ്റ്. അത് എന്താ സംഭവിച്ചത്, അത് എവിടെ സംഭവിച്ചത്, അത് എങ്ങനെ സംഭവിച്ചത്, അത് എന്തിനാ സംഭവിച്ചത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാക്ക് ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞു പോയ വർഷങ്ങളിൽ സംഭവിച്ചതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നതിനാണ് ഹിസ്റ്ററി എന്ന് പറയാം. അപ്പോൾ ഈ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക്കിന് കണ്ടിന്യൂ ചെയ്തിട്ട് ഹിസ്റ്ററീൻ്റെ കുറേ ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് എന്തൊക്കെയാണ്, അതിന് കുറച്ച് ഒരു 4-5 എക്സാമ്പിൾസ് മാത്രം നമുക്ക് നോക്കാം. അത് ഈ എക്സാമ്പിൾസൊക്കെ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വരുന്ന ആ ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് എടുത്തില്ല. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളി. ഫസ്റ്റ് ഒരു വാട്ട് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാം. വാട്ട് ഡിഡ് ദ പീപ്പിൾ ഹു ലിവ്ഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ നർമ്മദ ഡു ഫോർ സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്? അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നർമ്മദ ഒരു റിവറിൻ്റെ പേരാണ്. ആ റിവറിൻ്റെ ബാങ്കിൽ, ഇപ്പോൾ റിവറിൻ്റെ ബാങ്ക് മീൻസ് ആ റിവറിൻ്റെ തീരത്ത് അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ എന്താ ചെയ്തിരുന്നത്, ജീവിക്കാൻ വേണ്ടി അവർ എന്താ ചെയ്തിരുന്നത്, ദാറ്റ്സ് എ വാട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹിസ്റ്ററി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്ത്? ദേ ഡിഡ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ദേ ഫൗണ്ട്. സെക്കൻഡ് ലെറ്റ് us see a where question. Where did the first big cities develop? ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് എത്ര സിറ്റീസിൻ്റെ, എല്ലാ വില്ലേജും സിറ്റി ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? ഇപ്പോൾ വില്ലേജസ് തന്നെ ഡിസപ്പിയർ ആവാണ്, എവറിത്തിങ് ഈസ് ബിക്കമിങ് ഇൻ ടു എ സിറ്റി. ബട്ട് ദ ഫസ്റ്റ് സിറ്റി അത് എവിടെ ഉണ്ടായത്? ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരാണ് ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഫസ്റ്റ് സിറ്റി എവിടെ ഡെവലപ്പ് ചെയ്തത്? ഇൻ മഗധ, ദറ്റ് ലൈസ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ഗംഗ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയിൽ മഗധ പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്, ഗംഗൻ്റെ ബാങ്ക്സിൽ, ഉത്തർപ്രദേശിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് ഇന്ത്യയിൽ സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഒരു വേർ ക്വസ്റ്റ്യൻ അവിടെ സോൾവ് ആയി.
ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഡിഡ് അഗ്രികൾച്ചർ ഫസ്റ്റ് ഡെവലപ്പ്? ഇപ്പോൾ അഗ്രികൾച്ചർ ആദ്യം തുടങ്ങിയത് എവിടെയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻ ദ ഗാരോ ഹിൽസ്. റൈസ് വാസ് ഫസ്റ്റ് ഗ്രോൺ നിയർ ദ വിന്ധ്യാസ്. ഇപ്പോൾ ഈ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തരുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഇനി ഒരു നെക്സ്റ്റ് വെൻ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിഡ് സിറ്റി സ്റ്റാർട്ട് ഡെവലപ്പിംഗ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ഗംഗ? അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയ സിറ്റീസ് ഡെവലപ്പ് ആവാൻ തുടങ്ങിയത്? എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ കണ്ട് മഗധയിൽ. ഇനി വെൻ എപ്പോഴാണ് ഇത് തുടങ്ങിയത്? അപ്പോൾ അതിൻ്റെ ഉത്തരം 2500 years ago. ഇത്രയും വർഷങ്ങൾ മുന്നിലാണ് ഇത് സംഭവിച്ചത്. ഇനി നെക്സ്റ്റ് ഒരു ഹൗ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഷെയറിങ് ഓഫ് ഐഡിയാസ് ആൻഡ് കൾച്ചർ ഹാപ്പൻ? ഇപ്പോൾ നമ്മൾ കാണുന്നത് പല സ്ഥലത്തെ ആൾക്കാർ ദേ ഷെയർ ദിയർ കൾച്ചർ. ഈ ഷെയറിങ് നടക്കാനുള്ള കാരണം എങ്ങനെയാണ്? പീപ്പിൾ സ്റ്റാർട്ടഡ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അതർ വിച്ച് ലെഡ് ടു ദ ഷെയറിങ് ഓഫ് ഐഡിയാസ്. ആൾക്കാർ അവരുടെ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഐഡിയാസ് അവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൾച്ചറും ഷെയർ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വൈ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് പീപ്പിൾ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? ഇപ്പോൾ ഈ പീപ്പിൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് മൂവ് ചെയ്യാനുള്ള കാരണം എന്തായി? കുറേ കാരണങ്ങളുണ്ട്. അത് ഫസ്റ്റ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഇപ്പോൾ ഒരു ഫാമിലി ഒരേ സ്ഥലത്ത് താമസിക്കാൻ അവിടുത്തെ പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ ഫ്രൂട്ടിങ് സീസൺ കഴിഞ്ഞ് അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഭക്ഷണത്തിനെ തേടി അടുത്തൊരു സ്ഥലത്തേക്ക് മാറും. അവിടെ ചിലപ്പോൾ ഓൾറെഡി കുറച്ച് ആൾക്കാർ ഉണ്ടാവും ഭക്ഷണമുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ ആൾക്കാർ അവിടെ എത്തിപ്പെടും. എന്നിട്ട് അവർ അവിടുത്തെ ആൾക്കാരായി മാറും. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ദേ സ്റ്റാർട്ടഡ് ടു മൂവ്. സെക്കൻഡ്, ടു എസ്കേപ്പ് ഫ്രം നാച്ചുറൽ കാലാമിറ്റീസ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഫ്ലഡായിപ്പോയോ അല്ലെങ്കിൽ ഡ്രോട്ടായിപ്പോയി ഇല്ലെങ്കിൽ എർത്ത് ക്വേക്ക് വന്ന് അപ്പോൾ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ സ്ഥലം വിട്ട് ദേ ഹാഡ് ടു മൂവ്. തേർഡ്, ടു കോൺകർ അതർ ലാൻഡ്സ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് രാജ്യങ്ങളൊക്കെ വലുതായി വരുമ്പോൾ അവർക്ക് വാറൊക്കെ ചെയ്ത് അടുത്ത രാജ്യം ജയിക്കണം, അങ്ങനെ അവിടെയൊക്കെ പോയി ആ രാജ്യത്തിൽ ഭരണം തുടങ്ങണം, അങ്ങനത്തെ ഒരു ഉദ്ദേശമായിട്ട് അവർ അവരുടെ സ്ഥലം വിട്ട് നീങ്ങാൻ തുടങ്ങി. പിന്നെ ടു സെൽ ദിയർ ഗൂഡ്സ്. ബിസിനസ്സിനുമായിട്ട് അവരുണ്ടാക്കിയ സാധനം മറ്റേ സ്ഥലത്തേക്ക് വിൽക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ മൂവ് ചെയ്ത്. ടു സ്പ്രെഡ് റിലീജിയസ് മെസ്സേജസ്. വലിയ വലിയ സ്കോളേഴ്സൊക്കെ അവർക്ക് ഉള്ള നോളേജും മെസ്സേജും സ്പ്രെഡ് ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ആൻസേഴ്സാണ് ഹിസ്റ്ററി കണ്ടെത്തിയത്. വൈ ഡിഡ് പീപ്പിൾ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? ഇപ്പോൾ ഹിസ്റ്ററി ആസ് എ സബ്ജക്റ്റ് നമ്മളെ പാസ്റ്റിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. അത് പാസ്റ്റിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹിസ്റ്റോറിയൻസ് എന്ന് പറയും. ഈ ഹിസ്റ്റോറിയൻസിന് ഇനിയൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർക്കിയോളജിസ്റ്റ്. ഇത് നിങ്ങൾക്കൊരു പുതിയ വേർഡാണ്. സേ വിത്ത് മീ ഓൾ ഓഫ് യു, ആർക്കിയോളജിസ്റ്റ്. വൺ മോർ ടൈം, ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റ് അതാരാണ്? ദോസ് ഹു സ്റ്റഡി അബൌട്ട് ദ തിങ്സ് ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ അവർ പാസ്റ്റിനെ പറ്റിയിട്ട് എങ്ങനെ പഠിക്കുന്നു? അവർക്ക് എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പാസ്റ്റിനെ പറ്റിയിട്ട്? അപ്പോൾ അവർ കുറേ സാധനങ്ങൾ പരീക്ഷിച്ചിട്ടാണ് പാസ്റ്റിനെ പറ്റിയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. അവരെന്തൊക്കെ നോക്കണേ? റിമെയിൻസ് ഓഫ് ബിൽഡിങ്സ്, പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. റിമെയിൻസ് ഓഫ് ബിൽഡിങ്സ് മീൻസ് പണ്ട് കാലത്തിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഇപ്പോൾ പൊളിഞ്ഞ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ട് അവർ പഠിക്കൂ. ആ ബിൽഡിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്താണ്, അതൊക്കെ വെച്ചിട്ടാണ് അവർ പഠിക്കുക. പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്, അന്നത്തെ കാലത്ത് ചെയ്ത പെയിൻറ്റിങ്സും വെച്ചിട്ട് അന്നത്തെ കൾച്ചറിനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റും. അന്നത്തെ സ്കൾപ്ചർ മീൻസ് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതിനെ പറയാം സ്കൾപ്ചർ. ചുമർമൽ സ്റ്റാച്യൂസൊക്കെ കാർവ് ചെയ്തിട്ട് എടുക്കും. അതൊക്കെ കണ്ടിട്ട് ഇവർക്ക് പറയാൻ പറ്റും ഇത് ഏത് കാലത്താണ്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ. ആ പഠിപ്പാണ് ഇവർ ചെയ്യുന്നത്. ആ പഠിപ്പിനെ പറയാം ആർക്കിയോളജി. ആ പഠിക്കുന്ന ആൾക്കാരെ പറയാം ആർക്കിയോളജിസ്റ്റ്. പിന്നെ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഓരോ എന്താ തിരഞ്ഞ് നടക്കുക? ടൂൾസ്, വെപ്പൻസ്, പോട്ട്സ്, പാൻസ്, ഓർണമെൻറ്റ്സ് ആൻഡ് കോയിൻസ്. ഇതൊക്കെയാണ് ഒരു തിരഞ്ഞ് നടക്കുക പണ്ടത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? അവർക്ക് ആക്രിപീഡിയയിൽ നിന്നാണ് കിട്ടുക? അല്ല. അവർക്ക് പണ്ട് കാലത്ത് യൂസ് ചെയ്ത കോയിൻസും പണ്ട് യൂസ് ചെയ്ത വെപ്പൻസ് എന്തായിരിക്കും അതൊക്കെ കിട്ടുക അങ്ങനെ ഭൂമിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ അവർ പല സ്ഥലം ഈ സ്ഥലത്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ ആ സ്ഥലത്തിൽ ഒരു ഡിഗ് ചെയ്യാൻ തുടങ്ങും. കുറേ ഡിഗ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് പ്രിസർവ് കിട്ടുക ചെയ്യുക. അങ്ങനെയാണ് ഓരോ പഠിത്തം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ അവർക്കൊരു ഔട്ട്സൈഡ് ക്യാമ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം അവർക്ക് പഠിക്കാൻ.
അപ്പോൾ അവർ ഇങ്ങനെ കുറേ ക്ലൂസാണ് അവർക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ സീ ദ ഫോർത്ത് പോയിന്റ്, ബോൺസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഫിഷ്. ഇപ്പോൾ ബോൺസ് ഓഫ് ആനിമൽസ് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഏതാ നിങ്ങളെ മനസ്സിൽ വന്നേ? ഡൈനസോറിൻ്റെ ബോൺസ് വന്നില്ല നിങ്ങളുടെ മനസ്സിൽ? ഡൈനസോർസിൻ്റെ ബോൺസ് ഒക്കെ കിട്ടിയിട്ട് അവർ അതിനെ അലൈൻ ചെയ്തിട്ട് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു ആനിമൽ ഉണ്ടായിരുന്നു എന്ന്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഡൈനോസോർ ഇല്ലായിരുന്നു, നമ്മളിത് കണ്ടുപിടിച്ചതാണ്. പണ്ട് ഇങ്ങനെ ഒരു ആനിമൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളിത് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. എങ്ങനെ? അവർക്ക് ഇങ്ങനത്തെ ഒരു ബോൺസ് ഒക്കെ കിട്ടിയപ്പോൾ അത് ശേഖരിച്ച് അതൊക്കെ അലൈൻ ചെയ്ത് അവർ തീരുമാനിച്ചു ഇത് ഇങ്ങനത്തെ ഒരു ആനിമൽ ആയിരിക്കും. അങ്ങനെയാണ് ഡൈനസോർസ് ഉണ്ടായിരുന്നു. എത്ര വലിയ എൻസൈക്ലോപ്പീഡിയ തന്നെ ഉണ്ടാവും ഡൈനസോർസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റ് പണി എങ്ങനെയാണെന്നറിയോ? കുറേ ക്ലൂസ് തേടി നടക്കുകയാണ്. ഈ ക്ലൂസ് കിട്ടിയാൽ അതിനെ അലൈൻ ചെയ്തിട്ട് ഒരു വലിയ മിസ്റ്ററീനെ സോൾവ് ചെയ്യുക, അതാണ് അവരുടെ പണി. ഇനി 2 കാര്യങ്ങൾ അവർ യൂസ് ചെയ്യും അവരുടെ സ്റ്റഡീന് വേണ്ടിയിട്ട്. അതാണ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. To find out about the past, the archaeologists or historians, they use manuscripts and inscriptions. ഈ manuscripts എന്താ സംഭവം? മാനുസ്ക്രിപ്റ്റ്സ്, മാനു എന്നൊരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ്, വിത്ത് ഹാൻഡ്, കൈകൊണ്ട് എഴുതിയ കൃതികൾ, ദാറ്റ് ഈസ് മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ. അപ്പോൾ പണ്ട് ആൾക്കാർ, ഏറ്റവും പണ്ടല്ല, എഴുതാനും പഠിക്കാനും അറിയാത്ത കാലത്തെ സമയത്തെ പറ്റിയിട്ടല്ല പറയുന്നത്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ കുറച്ച് സിവിലൈസ് ആയി. ദേ മേഡ് ദിയർ ഓൺ ലാംഗ്വേജ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അത് എഴുതുന്നത് എവിടെ? അപ്പോൾ പേപ്പറൊന്നും ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവർ എവിടെ എഴുതി വെച്ചത്? ഒരു ലീഫിലോ, പാം ലീഫിലോ, ഇല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ബാർക്കിൽ, ആ ബാർക്കിലാണ് അവർ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ഈ പാം ലീഫിൽ എഴുതിയ മാനുസ്ക്രിപ്റ്റ്സ്, ഇല്ലെങ്കിൽ ബേർച്ച്, ആ ട്രീൻ്റെ പേരാ ബേർച്ച്, ആ ബേർച്ച് ട്രീൻ്റെ ബാർക്കിൽ അവർ എഴുതി വെക്കും. അവർ അതിൽ എന്തൊക്കെയാണ് എഴുതുക? അവരുടെ റിലീജിയസ് ബിലീഫ്സ് എഴുതും, പിന്നെ മെഡിസിൻസ് എഴുതും, പോംസ് എഴുതും, പ്ലേസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്, പ്രാകൃത് ആൻഡ് തമിഴ്. ഈ 3 ഏൻഷ്യൻറ്റ് ലാംഗ്വേജസ് കാണപ്പെടുക, മാനുസ്ക്രിപ്റ്റ്സിൽ എഴുതിയ ലാംഗ്വേജസ്. അപ്പോൾ ഇതായിരുന്നു മാനുസ്ക്രിപ്റ്റ്സ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ പ്രശ്നം എന്താണ്? അതൊക്കെ വേഗം ഒന്ന് ഇലകളൊക്കെ ഉണങ്ങിപ്പോവുക, അല്ലെങ്കിൽ അത് ചീഞ്ഞിപ്പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ അവർ എഴുതിയതൊക്കെ നഷ്ടപ്പെടും. അതിനേക്കാളും ബെറ്റർ അവർ എന്തായിരുന്നു? ഇൻസ്ക്രിപ്ഷൻസ്. പക്ഷെ അവർ എങ്ങനെ എഴുതിയിരുന്നു? റിട്ടൺ ഓൺ ഹാർഡ് സർഫേസസ് സച്ച് ആസ് സ്റ്റോൺ ഓർ മെറ്റൽസ്. സ്റ്റോൺ ഓർ മെറ്റൽസിൽ എങ്ങനെ എഴുതാൻ പറ്റുക? അവരൊരു ഹാമറും ഒരു ആണിയും യൂസ് ചെയ്തിട്ട് കൊത്തി അങ്ങനെയാണ് അത് കാർവ് ചെയ്തിട്ടാണ് മെസ്സേജസ് ഒക്കെ എഴുതുക. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. അപ്പോൾ വലിയ സ്റ്റോറീസും കഥകളൊന്നും അതിൽ എഴുതാൻ പറ്റില്ല. ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ എഴുതാൻ പറ്റൂ. അപ്പോൾ അതിൽ എന്തൊക്കെ എഴുതിയിരുന്നു? കിങ് ദ ഓർഡർ. ഇപ്പോൾ ഒരു കിങ് ഓർഡർ കൊടുക്കുകയാണ്, സൺഡേ എല്ലാവരും ലീവാണ്, ആരും പഠിക്ക് പോകരുതെന്നൊരു ഓർഡർ കിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡർ ആ കിങ് അങ്ങനെ ഒരു ഹാർഡ് സർഫേസിൽ എൻഗ്രേവ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വെക്കും. അപ്പോൾ ആൾക്കാർക്ക് അത് കണ്ടാലും മനസ്സിലാവും ഇത് കിങ്ങിൻ്റെ ഓർഡറാണ്. അങ്ങനെ. അപ്പോൾ അതിനെ പറയാം ഇൻസ്ക്രിപ്ഷൻസ്. സോ വാട്ട് ആർ ഇൻസ്ക്രിപ്ഷൻസ്? റിട്ടൺ ഓൺ ഹാർഡ് സർഫേസസ് സച്ച് ആസ് സ്റ്റോൺസ് ഓർ മെറ്റൽസ്. അതിൽ എന്തൊക്കെ എഴുതും? ഓർഡേഴ്സ് ഓഫ് ദ കിങ്, ഇല്ല റെക്കോർഡ്സ് ഓഫ് വാട്ട് പീപ്പിൾ ഡിഡ്, പീപ്പിൾ എന്തൊക്കെ ചെയ്ത് അതിൻ്റെ റെക്കോർഡ്സൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഈ ഏത് പീപ്പിളാണ് റെക്കോർഡ്സ് ചെയ്താൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കിങ്സൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ ഈ വർഷം ആ വാർ ചെയ്ത്, ഈ വർഷം ഇത്ര എനിക്ക് ലാഭം ഉണ്ടായി, ഈ വർഷം ഇത്ര രാജ്യം എൻ്റെ വലുതായി, അതൊക്കെ വലിയ നേട്ടങ്ങളല്ല അവർക്ക്. അപ്പോൾ അതൊക്കെ ഒരു റെക്കോർഡ് ചെയ്യും. അവരാണ് ഇങ്ങനെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ഫാർമറാണ്, ഇല്ലെങ്കിൽ ഒരു പോട്ട് ഉണ്ടാക്കുന്ന ആളാണ്, അവൻക്കിപ്പോൾ എന്താ എഴുതാണ്ടാവുക? ഇന്ന് ഞാൻ 2 പോട്ട് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത്രയും സീഡ്സ് കുഴിച്ചിട്ട്, അതൊക്കെ ഒരു വലിയ നേട്ടങ്ങളല്ലല്ലോ. അപ്പോൾ അത് ഇത്രയും മെനക്കെട്ട് ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പാസ്റ്റിൽ നോക്കുമ്പം ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുന്നത് വലിയ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ റാണികളുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ആരെ ഗവേൺ ചെയ്യുന്ന അവരുടേതും അങ്ങനെയൊക്കെയാണ് ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുക. സാധാരണ മനുഷ്യന്മാർ ഇൻസ്ക്രിപ്ഷൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ ടെക്സ്റ്റിൽ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുസ്ക്രിപ്റ്റ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ, അതൊന്നും എഴുതാനുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതുണ്ട്, why did normal people did not keep their records. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഈസി ടു ലേൺ ഫോർമാറ്റിൽ, നല്ല ഈസി ഇംഗ്ലീഷിൽ I have kept it ready. If you are interested, you can register to the WhatsApp group.
ഓക്കെ, ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കാനുള്ളത് ഡേറ്റ്സിനെ പറ്റിയിട്ടാണ്. ഹിസ്റ്ററി ഈസ് ഫുൾ ഓഫ് ഡേറ്റ്സ്. ഈ വർഷം ഇതായി, ആ വർഷം ഇങ്ങനായി, ഈ വർഷം അങ്ങനെ കുറേ. ഇപ്പോൾ ഹിസ്റ്ററീനെ മെയിൻ സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കുറേ ഡേറ്റ്സ് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഈ ഡേറ്റ്സ് എങ്ങനെയാണ് നിലവിൽ വന്നത്, മനുഷ്യന്മാർ എങ്ങനെയാണ് ഡേറ്റ്സ് എപ്പോഴാണ് തുടങ്ങിയത് എന്ന്. ഇപ്പോൾ 2020 ആയല്ലോ, ഇപ്പോൾ ഡേറ്റ് തുടങ്ങിയിട്ട് 2020 വർഷം കഴിഞ്ഞ് അല്ലേ. ഡേറ്റ് തുടങ്ങുമ്പോൾ മോരെ എങ്ങനെ 2000 തുടങ്ങിയിട്ടുണ്ടാവുക, 1 അല്ല തുടങ്ങിയിട്ടുണ്ടാവുക, 1 2 3 അങ്ങനെയല്ല വർഷങ്ങൾ കണക്ക് തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ അങ്ങനെ എണ്ണി 2020 വർഷം കഴിഞ്ഞ്. അത് എന്ന് മുതലായിരിക്കും എന്നുണ്ടാവുക, അതാണ് ഞാൻ ഫസ്റ്റ് അറിയേണ്ടത്. ഇയേഴ്സ് ആർ കൗണ്ടഡ് ഫ്രം ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ച വർഷം, അതിനെ പറയാം അന്നോ ഡോമിനി, AD, ഇൻ ദ ഇയർ ഓഫ് ദ ക്രൈസ്റ്റ്. ആ AD മീൻസ് വാട്ട്, ആഫ്റ്റർ ക്രൈസ്റ്റ് വാസ് ബോൺ. അന്ന് മുതൽ ക്രൈസ്റ്റ് ഏത് വർഷത്തിലാണ് ബോൺ ചെയ്ത്, അതിൻ്റെ നെക്സ്റ്റ് വർഷമായിരുന്നു നമ്പർ 1, പിന്നെ നമ്പർ 2, നമ്പർ 3. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ എവിടെയാണ്, 2020 ADയിലാണ്. ഇപ്പോൾ ഈ കാലഘട്ടം 2020 AD ആണ്. ഇപ്പോൾ ക്രൈസ്റ്റ് ജനിച്ചതിൻ്റെ മിന്നില്ലേ ആൾക്കാർ, അപ്പോൾ അതിൻ്റെ മിന്നില്ലേ വർഷങ്ങൾ, അതിനെങ്ങനെ അക്കൗണ്ട് ചെയ്യുക? അപ്പോൾ അതിന് ഹിസ്റ്റോറിയൻസ് എന്താ യൂസ് ചെയ്യുക, BC, ദാറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ്. BC മീൻസ് ബിഫോർ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ജനിച്ചതിൻ്റെ മുന്നത്തെ വർഷം, അത് ഒരു ബാക്ക്വേർഡാണ് കൗണ്ട് ചെയ്യുക. ക്രൈസ്റ്റ് ജനിച്ച ജസ്റ്റ് മുന്നത്തെ വർഷമായിരിക്കും 1, അതിൻ്റെ മുന്നത്തെ വർഷമായിരിക്കും 2. അപ്പോൾ 1 BC, 2 BC, 3 BC അങ്ങനെ കൂട്ടി കുറേ BC ബാക്കോട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇയേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ BCൻ്റെ സ്ഥലത്ത് BCE എന്ന് പറയാം, അങ്ങനെ ADൻ്റെ സ്ഥലത്ത് CE എന്ന് പറയാം. CE മീൻസ് കോമൺ എറ, ഓർ BCE മീൻസ് ബിഫോർ കോമൺ എറ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ബേസിക് ഹിസ്റ്ററീൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലോ പ്ലീസ് രജിസ്റ്റർ ടു മൈ വാട്സാപ്പ് ഗ്രൂപ്പ്.